ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളുടെ ഇന്ത്യൻ എക്കോണമിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആരംഭിക്കാം. ചാപ്റ്ററിന്റെ പേര് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG എന്ന് പറയും. L for liberalization, P for privatization, G for globalization. മലയാളത്തിൽ പറഞ്ഞാൽ ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. അപ്പൊ മൂന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, LPG പ്രോഗ്രാംസ്. അതായത് നമ്മൾ കഴിഞ്ഞ രണ്ട് ചാപ്റ്റേഴ്സിൽ, ആദ്യത്തെ ചാപ്റ്ററിൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലെ കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്ററിൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ എക്കോണമിയിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ പോകുന്നത് 1991 മുതൽ 1991 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെ. കാരണം ഇന്ത്യയിലെ എക്കോണമിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ കാലഘട്ടമാണ് 91 ശേഷം. ഇന്ത്യൻ എക്കോണമിയിലെ ക്രൈസിസിന് ശേഷം, ഒരു വലിയ തകർച്ചയ്ക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റ് 1991 ശേഷം. അപ്പൊ ആ ഒരു മേഖലയിൽ ഡ്രാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ, ഇന്ത്യയുടെ നയങ്ങളിൽ കാണാൻ പറ്റുന്ന കാലഘട്ടമാണ് 1991 ശേഷം. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ 3 ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, അതിനെ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് പഠിക്കണം. ലിബറലൈസേഷൻ പഠിക്കണം, പ്രൈവറ്റൈസേഷൻ എന്താണ് പഠിക്കണം, ഗ്ലോബലൈസേഷൻ എന്താണ് പഠിക്കണം. അപ്പൊ ഓരോന്നായിട്ട് സെഷൻ ബൈ സെഷൻ ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പൊ അതിന് മുൻപായിട്ട് ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. 1990 വരെ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്നും എന്താണ് 91 വന്നപ്പോൾ എന്ത് മാറ്റം ഉണ്ടായി, അല്ലെങ്കിൽ മാറ്റത്തിനൊരു കാരണം വേണ്ടേ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ക്രൈസിസ് ഓഫ് 1991, 1991 സാമ്പത്തിക തകർച്ച. ഇന്ത്യൻ എക്കോണമി 1991 കാലഘട്ടത്തിൽ വലിയൊരു ക്രൈസിസിനെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തകർച്ചയിൽ നിന്നുള്ള കരകയറ്റമാണ്, അല്ലെങ്കിൽ ആ തകർച്ചയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിൽ നിന്ന് ഇംപ്രൂവ് ചെയ്ത് ഇന്നത്തെ രൂപത്തിലുള്ളൊരു വെൽത്ത് എക്കോണമി ആയിട്ട്, ഒരു നല്ല സാമ്പത്തിക ശക്തിയായിട്ട് മാറിയത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം പഠിക്കേണ്ടത് എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ 91 ക്രൈസിസ് ആണ് LPGക്ക് കാരണമായത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഇന്ത്യൻ എക്കോണമിയിൽ ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നടപ്പിലാക്കാനുണ്ടായ കാരണം ഈ തകർച്ചയായിരുന്നു. 1991 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടായി. എന്തായിരുന്നു കാരണങ്ങളെന്ന് നോക്കാം. ഓക്കെ, ഒന്ന് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഇൻ ഗൾഫ് റീജിയൻ. ഗൾഫ് നാടുകളിലുണ്ടായ ഗൾഫ് യുദ്ധം എന്ന് പറയും. നിങ്ങളിലേക്ക് ഉപ്പമാരോ മറ്റുള്ളവരെയൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി. ആ കാലഘട്ടത്തിൽ 90 കാലഘട്ടത്തിൽ ഗൾഫിലുള്ള ആളുകൾക്ക് അറിയാം, ഗൾഫ് യുദ്ധം ഉണ്ടായി. ഗൾഫ് യുദ്ധം എന്ന് പറഞ്ഞാൽ കുവൈറ്റ് വിത്ത് ഇറാഖും കുവൈറ്റും തമ്മിലുള്ള യുദ്ധം. അപ്പൊ ഈ രണ്ട് ചേരികളിലായിട്ട് ഒരുപാട് രാജ്യങ്ങൾ ചേർന്നിട്ട് യുദ്ധം ഉണ്ടായപ്പോൾ അവിടെ എന്തായി, ഗൾഫിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. ആളുകൾ ഗൾഫിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക്, ഇന്ത്യയിലേക്ക് ആളുകൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ രാജ്യങ്ങളിലുള്ള ആളുകൾ തിരിച്ചു പോവുകയും കുവൈറ്റ് പോലെയുള്ള അറബ് റീജിയനിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി, ഒരു തകർച്ചയുടെ വക്കിൽ, ഒരു പൊളിറ്റിക്കലായിട്ട് ഒരു അസ്ഥിരാവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഈ യുദ്ധം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എനിക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളും അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന രാജ്യങ്ങളുമാണ് ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, യുദ്ധം വന്നപ്പോൾ, ഗൾഫ് വാർ ഉണ്ടായപ്പോൾ, ഗൾഫ് യുദ്ധം ഉണ്ടായപ്പോൾ അവിടെ വലിയ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉണ്ടായി. അതോടുകൂടിയിട്ട് ഇന്ത്യന്റെ ഉൽപാദനം നിലച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും അതിന്റെ വിതരണവും നിലക്കുന്നൊരവസ്ഥ വന്നു ഗൾഫ് രാജ്യങ്ങളിൽ. ഈ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അപ്പൊ എന്താ സംഭവിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായിട്ട് കുതിച്ചുയർന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ മൊത്തം പെട്രോളിയം പ്രൊഡക്ട്സുകളുടെ, പെട്രോളിയം കൺസംഷന്റെ, പെട്രോളിയം ഉപയോഗത്തിന്റെ 80% നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്, ഇറക്കുമതി ചെയ്യാണ്. ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യാണ്. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അറൌണ്ട് 20% ഓൺലി. 20% മാത്രമേ നമ്മൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി 80% നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം. അപ്പൊ ഈ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പകരമായിട്ടാണ് പൈസ കൊടുക്കണം. ഫോറിൻ എക്സ്ചേഞ്ചിലാണ് കൊടുക്കുക, ഇന്ത്യൻ റുപ്പിയിലല്ല, ഫോറിൻ എക്സ്ചേഞ്ച് ഡോളറിലാണ് കൊടുക്കുക. അപ്പൊ അങ്ങനെ വന്നപ്പോൾ
ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായിട്ട് കുതിച്ചുയർന്നു. ഇന്ത്യ അത്രത്തോളം നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അപ്പൊ ഇന്ത്യയുടെ എക്കണോമിക് സിറ്റുവേഷനും വളരെ ബാക്ക്വേർഡാണ്. അതിനോടൊപ്പം തന്നെ എന്ത് വന്നു, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി ഗൾഫിൽ വന്നപ്പോൾ പെട്രോളിയം പ്രൊഡക്ട്സുകളുടെ റൈറ്റ്സുകൾ അതിന്റെ വില കുതിച്ചുയർന്നു. അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ നാട്ടിലേക്ക് മടങ്ങി വന്നു. അപ്പൊ വിദേശത്ത് നിന്ന് ഇങ്ങോട്ടുള്ള വരുമാനം, അവരെ അയച്ചിരുന്ന വരുമാനം നിലച്ചു. ഇങ്ങനെ വന്നപ്പോൾ നമ്മളുടെ കയ്യിൽ എന്തില്ലാതായി, ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് ഉണ്ടായി. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, വിദേശ നാണയ ശേഖരം അഥവാ ഡോളറിന്റെയും അല്ലെങ്കിൽ പൗണ്ടിന്റെയൊക്കെ മറ്റു രാജ്യങ്ങളിലെ കറൻസികളുടെയൊക്കെ ശേഖരം, ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന ശേഖരം എത്രക്ക് താഴെ വന്നു? $1 ബില്യൺ താഴോട്ട് കുറഞ്ഞു. അതായത് ഒരാഴ്ച പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ 1 വീക്ക് ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. അത്രയും വളരെ വലിയ ക്രൈസിസിൽ വന്നിട്ട് ആര് വീണു? ഇന്ത്യ ഗവൺമെന്റ് വീണു. ഇറ്റ് ലീഡ്സ് ടു ഹൈ ഇൻഫ്ലേഷൻ. പെട്രോളിയം പ്രൊഡക്ട്സുകളുടെ വില വർദ്ധിച്ചപ്പോൾ എന്തുണ്ടായി? അവിടെ ഇൻഫ്ലേഷൻ, നാണ്യപ്പെരുപ്പുണ്ടായി. എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു. കാരണം പെട്രോളും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെയൊക്കെ പ്രൊഡക്ഷനിലൊരു ഭാഗമാണ്. അപ്പൊ ഇത് കുതിച്ചുയർന്നു, വില കുതിച്ചുയർന്നു. ആളുകളുടെ കയ്യിൽ പണമില്ല, വാങ്ങാനില്ല. ഒരു വലിയ തകർച്ച, ഒരു എക്കണോമിക് ക്രൈസിസ്, ഒരു വലിയ സാമ്പത്തിക തകർച്ചയെ ആര് മുന്നിൽ കണ്ടു? ഇന്ത്യ മുൻപിൽ കണ്ടു. അപ്പൊ ഇന്ത്യക്ക് മാറാതെ, റിഫോംസിലേക്ക് പോവാതെ, മാറ്റങ്ങൾ ഉണ്ടാക്കാതെ സമ്പദ് വ്യവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്നുള്ള അവസ്ഥ വന്നു. അപ്പൊ നമ്മളെ മുൻപിൽ വേറെ വഴിയില്ല. ഇതാണ് ക്രൈസിസിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ ഗൾഫിലെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥകൾ ഉണ്ടായി. പെട്രോളിയം പ്രൈസ് റോസ് ഷോപ്പ്ലി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയർന്നു. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് fall to less than $1 billion. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, വിദേശ നാണയ ശേഖരം $1 ബില്യൺ താഴേക്ക് വന്നു. ഹൈ ഇൻഫ്ലേഷൻ, വിലക്കയറ്റം കുതിച്ചുയർന്നു. അപ്പൊ ഒരു വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ എക്കോണമി നമുക്ക് മുൻപിൽ വേറെ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നു. അപ്പൊ ഈ സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ലെഡ് ഗവൺമെന്റ് ആണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നു. നരസിംഹറാവു എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ പ്രൈം മിനിസ്റ്ററുടെ കീഴില് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴുള്ള പ്രൈം മിനിസ്റ്റർക്ക് മുൻപ് പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം ഒരു എക്കോണമിസ്റ്റ് ആണ്, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പൊ അദ്ദേഹത്തെ ആദ്യമായിട്ട് പൊളിറ്റിക്സിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആക്കി വെച്ചു. ആര്? നരസിംഹറാവു. അപ്പൊ ഇതുവരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇല്ലാതിരുന്ന മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു വലിയ എക്കണോമിക് സയന്റിസ്റ്റിനെ, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ എവിടെ കൊണ്ടുവന്നു? ഇന്ത്യക്ക് ആവശ്യമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നരസിംഹറാവു അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ഫിനാൻസ് മിനിസ്റ്റർ ആക്കി. ആ ഫിനാൻസ് മിനിസ്റ്റർ ഏറ്റെടുത്തോട് കൂടിയിട്ട് അദ്ദേഹം ഇന്ത്യയിൽ ഒരു വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കി. അപ്പൊ അതിലേക്കുള്ള ആദ്യത്തെ വഴിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്രൈസിസിനെ മറികടക്കാൻ നമുക്ക് എന്ത് വേണം? ഫോറിൻ എക്സ്ചേഞ്ച് വേണം, വിദേശ നാണയങ്ങൾ വേണം. പക്ഷെ നമ്മളുടെ കയ്യിലില്ല. കയ്യിലില്ലാതാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അപ്പൊ ഗവൺമെന്റിന് കയ്യില്ലാതെ ഗവൺമെന്റ് എന്താ ചെയ്യാം? ഗവൺമെന്റിന് മറ്റു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്റർനാഷണൽ ഗവൺമെന്റുകളുണ്ട്. അന്താരാഷ്ട്ര ഗവൺമെന്റുകളുടെ കയ്യിൽ നിന്ന്, ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്നോ, ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്നോ, ബ്രിട്ടന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ജപ്പാന്റെ കയ്യിൽ നിന്ന്, ഇങ്ങനെ രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കാം. അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. IBRD എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ, ലോക ബാങ്ക് എന്ന് പറയും. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധി എന്ന് പറയും. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്, ഇവരിൽ നിന്ന് ലോൺ എടുക്കാം. അപ്പോൾ അന്താരാഷ്ട്ര ഗവൺമെന്റുകളെ ഇന്ത്യ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്ത്യ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഇന്ത്യ ക്രൈസിസ് വളരെ വലുതാണ്, ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യ ആരെ അപ്രോച്ച് ചെയ്തു? ഇന്ത്യ അപ്രോച്ച് ടു ദി IMF ആൻഡ് IBRD. ഇന്ത്യ IMF-നെയും IBRD-യെയും സമീപിച്ചു, ലോകബാങ്കിനെയും അന്താരാഷ്ട്ര നാണയനിധിയെയും സമീപിച്ചു. അവരെഗ്രി. അവരെന്തിന് സമ്മതിച്ചു? ലോണ് തരാം. $7 ബില്യൺ, $7 ബില്യൺ ഇന്ത്യക്ക് ലോണായിട്ട് അനുവദിക്കാൻ ആര് പറഞ്ഞു? IMF-ഉം IBRD-യും പറഞ്ഞു. പക്ഷേ they are forced some conditions on India. അവർ ചില കണ്ടീഷൻസുകൾ ഇന്ത്യക്ക് മുകളിൽ, ചില നിബന്ധനകൾ ഇന്ത്യക്ക് മുകളിൽ വെച്ചു. ഈ നിബന്ധനകൾ ഇന്ത്യ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യ നടപ്പിലാക്കുകയാണെങ്കിൽ
they will give the loan. അവരെന്ത് തരാൻ സമ്മതിച്ചു? ലോണ് തരാന്ന് സമ്മതിച്ചു. അപ്പൊ ഇന്ത്യക്ക് മുൻപിൽ വേറെ വഴികളില്ല, വേറെ ഒന്നും ലോണ് കിട്ടാനില്ല, ഇവരെ കയ്യിൽ ലോണ് തരാനുള്ളൂ. അപ്പൊ ഇവര് പറയുന്ന നിബന്ധനകൾ, കണ്ടീഷനുകൾ ആര് അംഗീകരിച്ചേ പറ്റുള്ളൂ? ഇന്ത്യ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ ആ കണ്ടീഷനുകൾ നമ്മൾ അഗ്രി ചെയ്യും, ആ കണ്ടീഷനുകൾ നമ്മൾ അംഗീകരിച്ചു. ഇതാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഒക്കെ തുടക്കം കുറിച്ച ആദ്യത്തെ നിബന്ധനകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കണ്ടീഷൻസ് IMF IBRD ഇന്ത്യക്ക് മുൻപിൽ വെച്ചത്? ഒന്ന്, ലിബറലൈസ് ഇന്ത്യൻ എക്കോണമി ആൻഡ് ഓപ്പൺ ഇറ്റ്സ് പോർട്ടൽ ടു ദി വേൾഡ്. ഇന്ത്യൻ എക്കോണമിയെ ലിബറലൈസ് ചെയ്യുക, ഉദാരവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയിലുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക. ഗവൺമെന്റ് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരരുത്. ആൻഡ് ഓപ്പൺ ഇറ്റ്സ് പോർട്ടൽ ടു ദി വേൾഡ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വാതിലുകൾ ലോകത്തിന് മുൻപിൽ തുറന്നിടുക. ഇതാണ് ആദ്യത്തെ നിബന്ധന. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയെ ലിബറലൈസ് ചെയ്യുക, ആൻഡ് ഓപ്പൺ ഇറ്റ്സ് പോർട്ടൽ ടു ദി വേൾഡ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കുകയും അതിന്റെ വാതിലുകൾ ലോകത്തിന് മുൻപിൽ തുറന്നിടുകയും ചെയ്യുക. ഇതാണ് ആര് ആദ്യമായിട്ട് വെച്ച കണ്ടീഷൻ എന്ന് പറയുന്നത്? IMFും IBRDയും ഇന്ത്യക്ക് മുൻപിൽ വെച്ച ആദ്യത്തെ കണ്ടീഷൻ, ആദ്യത്തെ നിബന്ധന. രണ്ടാമത്തത്, ലിബറേറ്റ് പ്രൈവറ്റ് സെക്ടർ ഫ്രം ദ എക്സസീവ് ഗവൺമെന്റ് കൺട്രോൾ. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയെ, പ്രൈവറ്റ് സെക്ടറിനെ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് ലഘൂകരിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. അപ്പൊ ആരുടെ മുകളിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ പാടില്ല? സ്വകാര്യ മേഖലയ്ക്ക് മുകളിലുള്ള ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക. ലിബറലൈസ് പ്രൈവറ്റ് സെക്ടർ ഫ്രം ദ എക്സസീവ് ഗവൺമെന്റ് കൺട്രോൾസ്. ഗവൺമെന്റിന്റെ അമിതമായ നിയന്ത്രണത്തിൽ നിന്ന് ആരെ ഒഴിവാക്കുക? സ്വകാര്യ മേഖല ഒഴിവാക്കുക. രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തത്, റെഡ്യൂസ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ഡിഫറെന്റ് സെക്ടർ ഓഫ് എക്കോണമി. സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളിൽ ഗവൺമെന്റിന്റെ സാന്നിധ്യം, ഇൻവോൾവ്മെന്റ് കുറയ്ക്കുക. ഗവൺമെന്റ് ഇടപെടേണ്ട, ഏറ്റെടുത്തോളും? സ്വകാര്യ മേഖലകൾ ഏറ്റെടുത്തോളും. അപ്പോ സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളിലുള്ള ഗവൺമെന്റിന്റെ എന്ത് കുറക്കണം? ഇൻവോൾവ്മെന്റ്, ഗവൺമെന്റിന്റെ സാന്നിധ്യം, ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ കുറക്കുക. നാലാമത്തെ നിബന്ധന, റിമൂവ് ദ കൺട്രോൾസ് ഓൺ ഇന്റർനാഷണൽ ട്രേഡ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന് മുകളിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കുക. ഈ നിബന്ധനകൾ ആര് മേലിൽ വെച്ചു തന്നു? IMF IBRDയും ഇന്ത്യക്ക് മുകളിൽ വെച്ചിട്ട് പറഞ്ഞു ഇത് നടപ്പിലാക്കണം. ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടി വന്നു? ഈ പറഞ്ഞ നിബന്ധനകൾ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടി വന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ എക്കണോമിക് പോളിസി ഉണ്ടാക്കി, ന്യൂ എക്കണോമിക് പോളിസി, NEP. അതിന്റെ ഭാഗമാണ് ഈ പറഞ്ഞതൊക്കെ കേട്ടോ. അപ്പൊ NEP ഉണ്ടാക്കി, ന്യൂ എക്കണോമിക് പോളിസി ഉണ്ടാക്കി. അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ട് തരത്തിലുള്ള പ്രോഗ്രാംസുകളാണ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നടപ്പിലാക്കിയത്. ശ്രദ്ധിച്ചോളൂ, രണ്ട് തരത്തിലുള്ള പ്രോഗ്രാംസുകൾ ഗവൺമെന്റ് അനൗൺസ് ചെയ്തു. ഓക്കെ, ഏതൊക്കെ പ്രോഗ്രാംസുകളാണ്? ഒന്ന് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും മറ്റൊന്ന് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് മെഷേഴ്സും. ഈ രണ്ട് പ്രോഗ്രാംസുകൾ രണ്ട് പാർട്ട് പ്രോഗ്രാംസുകളായിട്ട് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് തരത്തിലുള്ള പദ്ധതികളാണ് ആര് തയ്യാറാക്കിയത്? ഗവൺമെന്റ് തയ്യാറാക്കിയത്. ഒന്ന് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. ഓക്കെ, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, മലയാളത്തിൽ സ്റ്റെബിലൈസേഷൻ പഠിച്ചാൽ മതി. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. അപ്പൊ എന്താ പറയുന്നത്? The short-term measures to correct foreign exchange crisis and inflation. വിലക്കയറ്റവും വിദേശ നാണയ പ്രതിസന്ധിയും തീർക്കാനുള്ള ഹ്രസ്വകാല പദ്ധതികളെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. അപ്പൊ എന്തിനാണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്? വിലക്കയറ്റം അഥവാ ഇൻഫ്ലേഷൻ കുറക്കാനോ അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ്, വിദേശ നാണയ പ്രതിസന്ധി തീർക്കാനുമുള്ള ഹ്രസ്വകാല പദ്ധതികളാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. അപ്പൊ അത് ഹ്രസ്വകാലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം, കുറച്ചു കാലത്തേക്കുള്ള പദ്ധതികളായിരിക്കും. രണ്ടാമത്തെ പദ്ധതി ഏതാണ്? സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ്. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലോങ് ടൈം മെഷേഴ്സ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദി എക്കോണമി. നമ്മുടെ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത, ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ദീർഘകാല പദ്ധതികളാണ്. കാരണം ഒരു രാജ്യത്തിന് വികസനം ഉണ്ടാവണമെങ്കിൽ, ഒരു രാജ്യം പ്രോഗ്രസ്ഡ് ആവണമെങ്കിൽ, ഒരു രാജ്യം ഡെവലപ്ഡ് ആവണമെങ്കിൽ അവിടെ ഹൈ പ്രൊഡക്ഷൻ ഉണ്ടാവണം, ഉൽപാദനം കുതിച്ചുയരണം. അപ്പൊ നമ്മുടെ ഉൽപാദനം കുറവായിരുന്നു, അത് ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ലോങ് ടൈം മെഷേഴ്സ്, ദീർഘകാല പദ്ധതികളാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് മെഷേഴ്സ്. അപ്പൊ ഈ രണ്ട് പദ്ധതികളാണ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തത് ആദ്യമായിട്ട്. ഒന്നെന്താണ്? സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. എന്തിനുള്ളതാണ്? ഹ്രസ്വകാലത്തേക്ക് ഉള്ളതാണ്. എന്ത് കറക്റ്റ് ചെയ്യാനുള്ള, എന്തിനെ ശരിയാക്കാനുള്ളതാണ്? ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് ആൻഡ് ഇൻഫ്ലേഷൻ, വിദേശ നാണയ പ്രതിസന്ധിയും വിലക്കയറ്റവും പരിഹരിക്കാനുള്ള ഹ്രസ്വകാല പദ്ധതികളാണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പദ്ധതി സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് ആണ്. എന്ന് പറഞ്ഞാൽ ഉൽപാദനക്ഷമത, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ദീർഘകാല പദ്ധതികളെയാണ്
സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് നടപ്പിലാക്കിയത് ആദ്യം. ഇനി നമ്മൾ ഈ ലിബറലൈസേഷന്റെ LPG പറഞ്ഞ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഇന്ത്യയിലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു റിഫോം കൊണ്ടുവന്നതാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന ഈ 3 പദ്ധതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, കാരണം മാറ്റങ്ങളാണ് റിഫോംസ് എന്ന് പറയുന്നത്, എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ അഥവാ പരിഷ്കാരങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ലിബറലൈസേഷനാണ് പഠിക്കുന്നത്. എന്താണ് ലിബറലൈസേഷൻ? എന്താണ് ഉദാരവൽക്കരണം? ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ, ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടാക്കിയത്? ഇതാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം എന്താണ് ലിബറലൈസേഷൻ? ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലിബറലൈസേഷൻ മീൻസ് liberating the economy from the government restrictions on economic growth. സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളെ എന്ത് ചെയ്യണം? ഉദാരവൽക്കരിക്കുക. ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉദാരവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക എന്നാണ് അർത്ഥം. എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലിബറേറ്റിംഗ് ദി എക്കോണമി, സ്വതന്ത്രമാക്കുക, ലിബറേറ്റ് ചെയ്യുക. എന്തിൽ നിന്ന്? ഫ്രം ദി ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ ഓൺ ഗ്രോത്ത്. അപ്പൊ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അഥവാ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ലിബറലൈസേഷൻ ആണ് ആദ്യത്തെ പ്രോഗ്രാംസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലിബറേറ്റിംഗ് ദി എക്കോണമി ഫ്രം ദി ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കുന്നതിനെയാണ് ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് മേഖലകളിലെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപാട് മേഖലകളിൽ മാറ്റങ്ങളും സ്ട്രാറ്റജിക് ആയിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ആ മേഖലകൾ? ഏതൊക്കെയാണ്? എന്തൊക്കെ തരത്തിലുള്ള റിഫോംസുകളാണ്, പരിഷ്കാരങ്ങളാണ് ആ മേഖലകളിൽ ഗവൺമെന്റ് നടപ്പിലാക്കിയത്? അതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഗവൺമെന്റ് ഉണ്ടാക്കിയത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യാവസായിക മേഖലയിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഗവൺമെന്റ് കൊണ്ടുവന്നത്? ഓക്കെ, അപ്പൊ അതിൽ 4 പ്രധാനപ്പെട്ടത് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തേത് ഡീലൈസൻസിങ്. ലൈസൻസിങ് നിർത്തലാക്കി. മുൻപ് ഇന്ത്യയിൽ ഏതൊരു വ്യവസായങ്ങളും തുടങ്ങണമെങ്കിൽ ആദ്യം ലൈസൻസ് എടുക്കണം. ലൈസൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്ത്യയിൽ ഒരു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാനുള്ള കമ്പനികൾക്കും മറ്റൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. ആദ്യം ലൈസൻസ് വേണം. എന്നാൽ ഇന്ന് ലൈസൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. ഇന്ന് ലൈസൻസിങ് ആണ്. ലൈസൻസിങ് നിർത്തലാക്കി. പകരം ലൈസൻസ് വേണം, പക്ഷേ ആ ലൈസൻസിന് വേണ്ടിയിട്ട് ആരും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ആ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ലൈസൻസുകൾ കിട്ടും. ഇന്ന് നിർബന്ധമായിട്ടും ലൈസൻസ് എടുക്കേണ്ട സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ആൽക്കഹോൾ, മദ്യ കമ്പനികൾ, അവരെ എന്തെടുത്തിരിക്കണം? ലൈസൻസ് എടുത്തിരിക്കണം. സിഗരറ്റ്, അവർ ലൈസൻസ് എടുത്തിരിക്കണം. ഹസാഡസ് കെമിക്കൽസ്, ഓക്കെ, ദോഷകരമായ രാസവസ്തുക്കൾ ഉണ്ടാവും, അങ്ങനെയുള്ളവ എടുത്തിരിക്കണം. ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്, ഓക്കെ, വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സ്ഫോടന വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട് അവ. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ, മരുന്ന് കമ്പനികൾ, ഇവയെല്ലാം മനുഷ്യന് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള വസ്തുക്കളാണ്. ആൽക്കഹോൾ ആയാലും സിഗരറ്റ് ആയാലും ഹസാഡസ് കെമിക്കൽസ് ആയാലും ഒക്കെ, മദ്യം, സിഗരറ്റ്, ദോഷകരമായ വസ്തുക്കൾ, വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഫോടക വസ്തുക്കൾ, മരുന്നുകൾ, ഇവയെല്ലാം നിർമ്മിക്കാൻ ഇന്ത്യയിൽ എന്ത് വേണം? ലൈസൻസ് വേണം. ബാക്കി എല്ലാ സ്ഥാപനങ്ങളെയും, ബാക്കി എല്ലാ മേഖലകളെയും ഡീലൈസൻസിങ് ചെയ്തു കൊടുത്തു. എന്ന് പറഞ്ഞാൽ എന്താ? ലൈസൻസിങ് നിർത്തലാക്കി. ഇതാണ് ഒന്നാമത്തെ പരിഷ്കാരം, ഒന്നാമത്തെ റിഫോം ഇൻഡസ്ട്രിയൽ സെക്ടറിൽ. ഇനി രണ്ടാമത്തത് ഡീ റിസർവേഷൻ. ഒരുപാട് മേഖലകൾ ഗവൺമെന്റിന് വേണ്ടി മാത്രമായി ഇന്ത്യയിൽ റിസർവ് ചെയ്തിരുന്നു. ആ മേഖലകൾ ആർക്ക് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളായിരുന്നു? ഗവൺമെന്റിന് മാത്രം പ്രവർത്തിക്കാൻ പാടുള്ളായിരുന്നു. എന്നാൽ അതെന്ത് ചെയ്തു കൊടുത്തു? റിസർവ് ചെയ്തു കൊടുത്തു. റിസർവേഷൻ നിർത്തലാക്കി. ഓക്കെ, റിസർവേഷൻ എന്ത് ചെയ്തു കൊടുത്തു? നിർത്തലാക്കി കൊടുത്തു. അപ്പൊ എന്താ സംഭവിച്ചത്? സംഭരണം നിർത്തലാക്കി. ഓക്കെ, ഇന്ന് ഇന്ത്യയിൽ 3 മേഖലകളെ ഗവൺമെന്റിനായിട്ട് സംവരണം ചെയ്തിട്ടുള്ളൂ. ഒന്ന് അറ്റോമിക് എനർജി, ആണവ ഇന്ധനം, അത് സ്വകാര്യ മേഖലയ്ക്ക് നൽകിയിട്ടില്ല. രണ്ടാമത്തത് റെയിൽവേ, അതും ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല.
സ്വകാര്യ മേഖലയിലേക്ക് മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഡിഫൻസ് എക്യുപ്മെന്റ്സ്, നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈലുകളും മറ്റൊക്കെ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ, ഇവയൊന്നും പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിന് വിട്ടുകൊടുത്തിട്ടില്ല. അപ്പൊ ഇവയൊഴികെ അറ്റോമിക് എനർജി അഥവാ ആണവ ഇന്ധനം, ആണവ മേഖല, അതുപോലെ തന്നെ പ്രതിരോധ മേഖല, അതുപോലെ തന്നെ റെയിൽവേ, ഇവയൊഴികെ ബാക്കി എല്ലാം ഗവൺമെന്റ് മാറിക്കൊടുത്തു. ആർക്ക് മാറിക്കൊടുത്തു? സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് മാറിക്കൊടുത്തു. അതിനെയാണ് സംഭരണം നിർത്തലാക്കി. മൂന്നാമത്തത് ഡി റിസർവേഷൻ ഫോർ ഗുഡ്സ് ഫോർ സ്മാൾ സ്കെയിൽ സെക്ടർ. ഒരുപാട് വസ്തുക്കളെ ഏതിന് മാത്രമായിട്ട് മാറ്റിവെച്ചു കൊടുത്തിരുന്നു? ചെറുകിട വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവർ നിർമ്മിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നു. അതൊക്കെ മാറ്റിക്കൊടുത്തു. അവിടെയും സംഭരണം നിർത്തലാക്കി. ചെറുകിട മേഖലയ്ക്ക് ഇന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉൽപ്പന്നവും ഇല്ല. അവര് വേണ്ട ഉൽപ്പന്നങ്ങൾ അവർക്ക് നിർമ്മിക്കാം. അതാരും വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കും? വൻകിട കമ്പനികൾക്കും ഉൽപ്പാദിപ്പിക്കാം. അപ്പൊ ചെറുകിട മേഖലയിൽ ചെറുകിട വ്യവസായങ്ങൾക്കുള്ള സംഭരണം നിർത്തലാക്കി. മൂന്നാമത്തെ റിഫോം. നാലാമത്തത് അമെൻഡ്മെന്റ് ഓഫ് MRTP ആൻഡ് ഫെറ. 2 നിയമങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഒന്ന് ഫോറിൻ എക്സ്ചേഞ്ച് റെസ്ട്രിക്ഷൻ ആക്ട്, ഫെറ, വിദേശ നാണയ നിയന്ത്രണ നിയമം. രണ്ടാമത്തത് MRTP, മൊണോപ്പൊളി റെസ്ട്രിക്ഷൻ ട്രേഡ് പോളിസീസ് ആക്ട്. മൊണോപ്പൊളി റെസ്ട്രിക്റ്റഡ് ട്രേഡ് പോളിസി, കുത്തക മത്സര നിയന്ത്രണ നിയമം. ഈ 2 നിയന്ത്രണ നിയമങ്ങളും ഇത് ഫോറിൻ എക്സ്ചേഞ്ചിനെ, വിദേശ നാണയത്തെ നിയന്ത്രിക്കുന്നു, ഇതിലെ കമ്പനികളെ നിയന്ത്രിക്കുന്നതാണ്. ഈ 2 നിയമം, ഈ 2 ആക്ടുകളെയും അമെൻഡ് ചെയ്തു കൊടുത്തു. ഭേദഗതി ചെയ്തിട്ട് ആർക്ക് അനുകൂലമാക്കി കൊടുത്തു? സ്വകാര്യ മേഖലയ്ക്ക് അനുകൂലമാക്കി കൊടുത്തു. അപ്പൊ ഇത്തരത്തിലുള്ള 4 പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളാണ് ലിബറലൈസേഷന്റെ ഭാഗമായിട്ട്, ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഏത് മേഖലയിൽ ഉണ്ടായത്? വ്യാവസായിക മേഖലയിൽ അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നടപ്പിലാക്കിയത്. ഒന്ന് ഡി ലൈസൻസിങ് നിർത്തലാക്കി. 2 ഡി റിസർവേഷൻ, സംഭരണം നിർത്തലാക്കി. 3 ഡി റിസർവേഷൻ ഫോർ ഗുഡ്സ് ഫോർ സ്മാൾ സ്കെയിൽ സെക്ടർ, ചെറുകിട വ്യവസായ മേഖലയ്ക്കുള്ള സാധനങ്ങളുടെ സംഭരണം ഒഴിവാക്കി. അമെൻഡ്മെന്റ് ഓഫ് MRTP ആൻഡ് ഫെറ ആക്ട്. MRTP, ഫെറ പോലെയുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്തു കൊടുത്തു. ഇതാണ് ഏത് മേഖലയിൽ ഉണ്ടായ പ്രധാന പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്? വ്യാവസായിക മേഖലയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ സെക്ടറിൽ അഥവാ ഫിനാൻഷ്യൽ സെക്ടറിൽ ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചോളൂ, കുറച്ച് എണ്ണ ഉണ്ട്, പക്ഷേ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഒന്നാമത് ബ്രാഞ്ച് ലൈസൻസിംഗ് ലിബറലൈസേഷൻ. ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? ഒറ്റ സ്ഥാപനമായിട്ടല്ല, അവർക്ക് ഓരോ സ്ഥലത്തും ബ്രാഞ്ചുകൾ ഉണ്ടാവും. ഈ ബ്രാഞ്ചുകളിലൂടെയാണ് ഇപ്പൊ SBI എന്ന് പറയുന്നതിന് ഒരു സെൻട്രൽ ഓഫീസ് ഉണ്ടാവും എന്ന് വെച്ചിട്ട് അത് മാത്രമല്ലല്ലോ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ കോട്ടക്കൽ SBI ഉണ്ട്, ബാങ്കിന് SBI ഉണ്ട്, നിങ്ങളുടെ ചുറ്റുപാടൊക്കെ SBIയുടെ ബ്രാഞ്ചുകൾ ഉണ്ട്. അപ്പൊ ബ്രാഞ്ചുകളിലൂടെയാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഒറ്റ സ്ഥാപനം വെച്ച് ബാങ്കിന് പ്രവർത്തിക്കാൻ പറ്റില്ല, ഒരുപാട് ബ്രാഞ്ചുകളിലൂടെയാണ്. അധികം സ്ഥാപനങ്ങളായി തന്നെ ഉണ്ടാവുന്നത്. അപ്പൊ ബ്രാഞ്ചുകളിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ ബാങ്കുകൾക്ക് ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ ലൈസൻസിങ് വേണമായിരുന്നു. ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ ലൈസൻസ് വേണം. അപ്പൊ 90 വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ നമ്മളെ ടൗണിലോ മറ്റിടത്തോ നോക്കിയാൽ കൂടുതൽ ബാങ്കുകളൊന്നും കാണൂല. കാരണം ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ RBIയിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നൊക്കെ ലൈസൻസ് എടുത്തിട്ടൊക്കെ വേണമായിരുന്നു. എന്നാൽ 91-ന് ശേഷം ബാങ്കുകൾക്ക് ബ്രാഞ്ച് തുടങ്ങാൻ എന്തിന്റെ ആവശ്യമില്ല, ലൈസൻസ് വേണ്ട. ഒരു ബാങ്കിന് ഇന്ന സ്ഥലത്ത് ആപ്റ്റ് ആണെന്ന് തോന്നി, ഇന്ന സ്ഥലത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയാൽ അവിടെ തുടങ്ങാം. എന്തിന്റെ ആവശ്യമില്ല? ലൈസൻസിങ്ങിന്റെ ആവശ്യമില്ല. അപ്പൊ ഒന്നാമത് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ്. എന്ത് ലിബറലൈസ് ചെയ്ത് കൊടുത്തു? എന്ത് മാറ്റി കൊടുത്തു? ബാങ്കുകളുടെ ബ്രാഞ്ച് ലൈസൻസിങ്, ബ്രാഞ്ചുകൾക്കുള്ള ലൈസൻസിങ് ഒഴിവാക്കി കൊടുത്തു. അപ്പൊ എവിടെയും ഇപ്പൊ ബാങ്കുകൾക്ക് എന്ത് തുടങ്ങാം? ബ്രാഞ്ചുകൾ തുടങ്ങാം. രണ്ടാമത്തത് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ് അലൗഡ്. ഇന്ത്യയിൽ പ്രൈവറ്റ് ബാങ്കുകൾക്ക് അതുപോലെ തന്നെ വിദേശ ബാങ്കുകൾക്കും അനുമതി ഇല്ലായിരുന്നു 91 വരെ. അപ്പൊ 91-ലെ പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട്, റിഫോമിന്റെ ഭാഗമായിട്ട് ആർക്ക് അനുമതി കൊടുത്തു? ഫോറിൻ ബാങ്കുകൾക്ക്, വിദേശ ബാങ്കുകൾക്ക്. അതിന് ഉദാഹരണമാണ് സിറ്റി ബാങ്ക്, HSBC, ഹോങ്കോങ് ഷാങ്ഹായ് ബാങ്കിംഗ് കോർപ്പറേഷൻ. ഇവയ്ക്ക് ലോകത്തെ ഏറ്റവും വലിയ ബാങ്കാണ് HSBC. അപ്പൊ ഈ ബാങ്കുകളൊക്കെ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ഫോർ പ്രൈവറ്റ് ബാങ്ക്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആധുനിക സംവിധാന രൂപത്തിലുള്ള നവീനമായ സ്വകാര്യ ബാങ്കുകൾ. HDFC, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് HDFC, ICICI. ഇങ്ങനെയുള്ള പുതിയ കാലത്തെ, ആധുനിക കാലത്തെ ബാങ്കിങ് സംവിധാനങ്ങൾ അഥവാ പ്രൈവറ്റ് ബാങ്കുകൾക്ക്, സ്വകാര്യ ബാങ്കുകൾക്ക് ഇന്ത്യയിൽ അനുമതി കൊടുത്തു. അതാണ് രണ്ടാമത്തത്. ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ് അലൗഡ്. പുതിയ കാലത്തെ
സ്വകാര്യ ബാങ്കുകൾക്കും വിദേശ ബാങ്കുകൾക്കും അനുമതി കൊടുത്തു. ദെൻ ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിംഗ് റേറ്റ്സ് ഡീറെഗുലേറ്റഡ്. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പണം ബാങ്കിൽ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന പലിശ, ഡെപ്പോസിറ്റ് റേറ്റ്സ്. ലെൻഡിംഗ് റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബാങ്കിൽ നിന്നും ബോറോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട പലിശ. ഈ രണ്ട് കാര്യങ്ങളും ഡീറെഗുലേറ്റഡ്, നിയന്ത്രണം ഒഴിവാക്കി കൊടുത്തു. ഇപ്പൊ ബാങ്കിന് നിശ്ചയിക്കാം ഒരു പരിധി വരെ, അതിന് പരിധിയിലപ്പുറം അമിതം ഈടാക്കി കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഉണ്ട് കൺട്രോൾ ചെയ്യാൻ. അപ്പൊ ഒരു പരിധിയിലപ്പുറം ഇന്നത് വേണമെന്നാരും ഒരു ബാങ്കിനെ പഠിപ്പിക്കണം, ബാങ്കിന് നിശ്ചയിക്കാൻ അധികാരം കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മളെ ഡെപ്പോസിറ്റിന് എത്ര തരണമെന്നും നമ്മളുടെ ലോണിന് എത്ര അവർ വാങ്ങണം എന്നുള്ളതും അവർക്ക് തന്നെ തീരുമാനിക്കാം. ഇതിന് മുൻപ് ആരാ തീരുമാനിച്ചിരുന്നത്? റിസർവ് ബാങ്ക് ആയിരുന്നു. അത് ഒഴിവാക്കിയിട്ട് ആർക്ക് കൊടുത്തു നിയമം? ആരുടെ കയ്യിലേക്ക് കൊടുത്തു? ബാങ്കിന് തന്നെ കൊടുത്തു. ഡെപ്പോസിറ്റിന് ഇത്ര ഇൻട്രസ്റ്റ് കൊടുത്തോളൂ, ലെൻഡിങ്ങിന് ഇത്ര ഇൻട്രസ്റ്റ് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അവര് ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിംഗ് റേറ്റ്സ് ഡീറെഗുലേറ്റഡ്. ഓക്കെ, ഡെപ്പോസിറ്റ് നിക്ഷേപ വായ്പാ നിരക്കുകൾ എന്ത് ചെയ്തു? ഡീറെഗുലേറ്റഡ്, നിയന്ത്രണം ഒഴിവാക്കി കൊടുത്തു. അതിന്റെ മുകളിലുള്ള നിയന്ത്രണങ്ങള് ഒഴിവാക്കി കൊടുത്തു. അതിനുശേഷം CRR ആൻഡ് SLR, ഇത് നിങ്ങൾ എന്താണെന്ന് പഠിച്ചാൽ മതി, പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. CRR ക്യാഷ് റിസർവ് റേഷ്യോ, SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നാണ്. ഓക്കെ, ഇത് രണ്ടും കുറച്ചു, ഇത്ര പഠിച്ചാൽ മതി. ദെൻ ഇൻഷുറൻസ് സെക്ടർ ലിബറലൈസ്ഡ്. ഇൻഷുറൻസ് സെക്ടറിനെ ഉദാരവൽക്കരിച്ചു. അതായത് ഇൻഷുറൻസ് സെക്ടറിൽ 91 വരെ പ്രൈവറ്റ് സെക്ടർ ഇല്ലായിരുന്നു, സ്വകാര്യ മേഖലയ്ക്ക് അനുമതി ഇല്ലായിരുന്നു. ആർക്കും കൂടി അനുമതി കൊടുത്തു? പ്രൈവറ്റ് സെക്ടറിനും കൂടി അങ്ങോട്ട് കടന്നു വരാൻ, ഇൻഷുറൻസ് മേഖലയിലേക്ക് കടന്നു വരാൻ അനുമതി കൊടുത്തു. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് ലിബറലൈസ്ഡ്. മൂലധന വിപണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കേൾക്കാം നമ്മളുടെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച്. കമ്പനികളുടെ ഷെയറുകളും മറ്റൊക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥാനം. ഓക്കെ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെയുള്ള ക്യാപിറ്റൽ മാർക്കറ്റ്. ഇതിന് ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ത് ചെയ്തു? ഉദാരവൽക്കരിച്ചു കൊടുത്തു. ഓക്കെ, മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾ എപ്പോഴും പരസ്യം കാണുന്നുണ്ടാവും. മ്യൂച്വൽ ഫണ്ടുകൾ ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം എപ്പോഴും കാണാം. അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്. അപ്പൊ മ്യൂച്വൽ ഫണ്ടുകൾ എന്താണെന്നുള്ളത് നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം, ഇതിലൂടെ പറയാൻ കുറെ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മ്യൂച്വൽ ഫണ്ടുകൾ ആർക്കും കൂടി തുറന്നു കൊടുത്തു? പ്രൈവറ്റ് സെക്ടറും കൂടി തുറന്നു കൊടുത്തു. ഇത്രയുമാണ് ഏത് മേഖലയിലുള്ള പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സെക്ടറിലുള്ള പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയാണുള്ളത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക.